നിങ്ങൾ ആ സ്ലൈഡ് കണ്ടാണ് എലോഹിം വർഷിപ്പ് സെന്ററിനെ കുറിച്ച്. ആ പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? അഭിപ്രായം പറയണ്ട, ഞാൻ പറയാം. ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഇത് കഴിയുമ്പോൾ എന്നോട് പറഞ്ഞാലും എനിക്ക് പ്രയാസമൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കേൾക്കാനും എനിക്കതിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാനും, ഇല്ലെങ്കിൽ കേട്ടുകൊണ്ട് മിണ്ടാതെ പോകാനും ഒക്കെ എനിക്ക് താല്പര്യമുണ്ട്. നിങ്ങൾ ഇടയ്ക്ക് പത്രത്തിൽ വായിച്ചു കാണും, ശബരിമലയിൽ നിന്ന് എന്തൊക്കെയോ മോഷണം പോയതായിട്ട് അല്ലേ? ഇനി രാമക്ഷേത്രത്തിൽ അയോധ്യയിലും ഇതുപോലെ വലിയൊരു മോഷണം നടന്നതായിട്ട് നിങ്ങൾ കേട്ടായിരുന്നു. കോടികളാണ്, ഇത്രയും ചെറുതൊന്നുമല്ല. കേരളത്തിൽ നടന്ന അത്രയും അല്ല. അതെ, ഇത്തിരി വലിയ സംവിധാനമാണ് പോയത്. പണവും പോയിട്ടുണ്ടെന്നാണ് കേൾവി. അവിടെ ആരെങ്കിലും സമരമായിട്ട് ചെന്നോ? പ്രതിഷേധം നടത്തിയിട്ട് ശബരിമല ഒരു ദിവസം അടച്ചിടണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? അയോധ്യയിൽ ഒരു ദിവസം അടച്ചിടാൻ ആരെങ്കിലും പറഞ്ഞോ? ഈ പാസ്റ്ററെ കുറിച്ച് വലിയ പറയുന്ന എല്ലാ ആക്ഷേപവും ഉണ്ടെന്ന് ഞാനിനി എടുക്കുക. ശരി, ആ പാസ്റ്ററെ കുറിച്ച് ഈ ആക്ഷേപങ്ങളെല്ലാം ഉണ്ട്, അതിൽ ചിലതൊക്കെ ശരിയായിരിക്കാം, അത്രയും ഞാനിനി എടുക്കുക. എങ്കിലും എന്താ ചെയ്യേണ്ടത്? ആ പാസ്റ്ററുടെ പേരിൽ നിയമ നടപടി ഉണ്ടാകണം, വേറെ ഒന്നും ഉണ്ടാകരുത്. സാധുക്കൾ ആരാധിക്കുന്ന സ്ഥലം ക്രിസ്ത്യാനികളാവുമ്പോൾ കയറി മേയാം എന്നുള്ള ചിന്താഗതിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ അറിയാതെ പോലും തിരിഞ്ഞു നിൽക്കാത്ത, തിരിച്ചടിക്കാത്ത, ബസ്സിനെ കല്ലെറിയാത്ത ക്രിസ്ത്യാനി ആരാധിക്കുന്ന സ്ഥലം ആർക്കും കയറി മേയാം എന്നുള്ള ചിന്താഗതിയിലാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ അറിഞ്ഞാൽ മതി, കല്ലെറിയാനൊന്നും പോകാൻ വേണ്ടിയല്ല, പക്ഷേ ഇതറിയാതിരിക്കരുത്. മനസ്സിലായി? നമുക്കെന്താ സംഭവിക്കുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കണം. ദൈവത്തിന് സ്വാഗതം. ഞാൻ അത്രയും പറഞ്ഞതുകൊണ്ട് അത് ആ വിഷയത്തെ അങ്ങോട്ടാണ് ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയാം അല്പം പൊളിറ്റിക്കൽ ഇഷ്യൂ വരുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗം കേൾക്കാൻ മനസ്സില്ലാത്തതെന്നല്ല, കേൾക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ലോകത്തെക്കുറിച്ച് അറിഞ്ഞതിൻ്റെ ഒരു കാര്യം കൂടെ ഉൾപ്പെടുത്തുകയാണ്. ഞാൻ ഇത്തിരി ആദ്യം പറഞ്ഞ ചില കാര്യങ്ങൾ പിന്നീട് പറയത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ ആ റെക്കോർഡിങ്ങിൽ നിന്ന് ഞാൻ ഒഴിവാക്കും. അതിന് കാരണങ്ങളുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. അത് പരസ്പരം ആരുടെയും പറയണമെങ്കിൽ നിങ്ങൾ തന്നെ പറയുകയാണ് നല്ലത്. കാനഡയിൽ ഈ ഇസ്ലാമോഫോബിയ എന്നൊരു വാക്കിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കാത്തവരാരുമില്ല. കേൾക്കാത്തവരാരും ഉണ്ടോ? ഇസ്ലാമോഫോബിയ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അകാരണമായി ഇസ്ലാമിനെ കുറിച്ചുള്ള ഭയം എന്നാണ്. അകാരണമായി എന്നുള്ളത് വലിയ അക്ഷരത്തിൽ വെണ്ടയ്ക്ക. വെണ്ടയ്ക്ക എന്താണെന്ന് മനസ്സിലായോ? കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? എന്താണെന്നറിയാം? ഞാൻ ഈ ഇടയ്ക്ക് അത് മനസ്സിലാക്കി കേട്ടോ. അറിഞ്ഞിരിക്കാൻ വേണമെങ്കിൽ പറയാം. വെണ്ടയ്ക്ക, വഴുതനങ്ങ, മത്തങ്ങ, ഈ 3 ടൈപ്പ് അക്ഷരങ്ങളുണ്ട്. പണ്ട് മലയാളത്തിന് ഈ ഡിജിറ്റൽ അല്ലാതെ മറ്റേ അച്ചടി പ്രസ്സിലായിരുന്ന സമയത്ത് 2-3 ടൈപ്പ് ഫോണ്ടുകളേ ഉള്ളൂ. ഉദാഹരണത്തിന് വലിയ അക്ഷരത്തിൽ വേണമെങ്കിൽ, സാധാരണ അല്ലാത്തൊരു ടൈറ്റിൽ വേണമെങ്കിൽ ഉപയോഗിക്കുന്ന സാധനമാണ് വെണ്ടയ്ക്ക. ആ ഫോണ്ടിന് അവർ പറയുന്ന പേര്, പറഞ്ഞുകൊണ്ടിരുന്ന കോമൺ ആയിട്ടുള്ള പേരാണ് വെണ്ടയ്ക്ക. അതിനും വലിയ ഫോണ്ടാണ് വഴുതനങ്ങ, ഏറ്റവും വലിയ ഫോണ്ടാണ് മത്തങ്ങ. പ്രസ്സിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സംഗതിയാണ് ഈ ഭാഷയിലോട്ട് കയറി വന്നത്. 97 പേജുള്ള ഒരു പുസ്തകം കാനഡ ഗവൺമെൻറ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ഇസ്ലാമോഫോബിയെ എങ്ങനെ നേരിടാം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ സമീപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 97 പേജുള്ള ഒരു PDF ഫയൽ ആർക്കും കിട്ടും. ബൈബിൾ സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സിലബസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ആഗ്രഹം ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ക്രിസ്തുവിനെ ലോകത്താരുടെ മുമ്പിലും പ്രസൻറ്റ് ചെയ്യാൻ കഴിവുള്ളവരായിട്ട് ഇതിലെ ഏതൊരു വിശ്വാസിയും മാറണം. ഇതൊരു വലിയ സംവിധാനമൊന്നുമല്ല, റോക്കറ്റ് സയൻസ് അല്ല, ഏതൊരാൾക്കും ചെയ്യാവുന്ന ലളിതമായിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ ചെയ്യിച്ചിരിക്കും. നിങ്ങൾ എത്ര ഉഴപ്പാൻ ശ്രമിച്ചാലും ഇവിടെ വന്നാൽ ഇനി മേലാൽ നിന്നെ എനിക്ക് കാണരുതെന്ന് പറഞ്ഞ് വിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചിരിക്കും. കാര്യം നമ്മളിത് മനസ്സിലാക്കിയിരിക്കും. കാരണം നമുക്ക് ക്രിസ്തുവിനെ പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരെ പ്രസൻറ്റ് ചെയ്യുന്നു? നമ്മൾ എന്ത് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ മുമ്പേ നടക്കുന്നത്? നമ്മളത് ചെയ്തേ പോകും. ഏതൊരാൾക്കും നിസ്സാരമായിട്ട് പറയാൻ പറ്റണം.
വലിയ അഭ്യാസമൊന്നുമല്ല, വളരെ ലളിതമായിട്ട് പറയാവുന്ന കാര്യം ക്രിസ്തുവിനെ കുറിച്ച് പറയാനുണ്ടെന്ന് ഏതൊരാളോടും പറഞ്ഞ് മനസ്സിലാക്കാൻ ആവശ്യം പോലെ കാര്യങ്ങളുണ്ട്. നമ്മളിത് അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കാത്തതുകൊണ്ട് മാത്രമാണ്. നമുക്കറിയാം അഭ്യസ്ത വിദ്യരല്ലാത്ത 4ാം ക്ലാസ്സുകാരായ വാർഷന്മാരാണ് കേരളത്തിലല്ല ഇന്ത്യയിലും ഈ ക്രിസ്തീയത അല്ലെങ്കിൽ ഈ വിശ്വാസത്തെ മുമ്പോട്ട് കൊണ്ടുപോയത്. അവരെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം നമുക്കിന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. 4ാം ക്ലാസ്സിൽ തോറ്റ് മതിയാക്കിയ ഒരാൾ പോലും ഇതിനകത്തില്ല. 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒത്തിരി ഭാഷമാരെ എനിക്കറിയാം. 4ാം ക്ലാസ് വരെ കഷ്ടിച്ച് പഠിച്ചിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ അന്ന് പ്രൈമറി സ്കൂൾ എന്ന് പറഞ്ഞൊരു സംവിധാനം 4ാം ക്ലാസ് വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് വിടാൻ പൈസ ഇല്ലാത്തോ അല്ലെങ്കിൽ വീട്ടിൽ സാഹചര്യമില്ലാത്തോ പശുവിനെ നോക്കാനൊക്കെ ആളില്ലാത്തോ ഒക്കെ കാരണങ്ങൾ കൊണ്ട് വിടാത്ത ഒത്തിരി വീടുകളുണ്ടായിരുന്നു. അതിൽപ്പെട്ട ദൈവദാസന്മാരാണ് ഇതൊക്കെ ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ യേശുക്രിസ്തു ആക്കിയതിൽ ഏറ്റവും കൂടുതൽ ഏത് രോഗിയാണ് സൗഖ്യമാക്കിയത്? കുഷ്ഠരോഗിയാണ് യേശുക്രിസ്തു സൗഖ്യമാക്കിയത്. ഞാൻ ഇന്ന് കുഷ്ഠത്തെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. വേദപുസ്തകത്തിലെ കുഷ്ഠങ്ങളെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കി വളരെ വേഗം, ഒത്തിരിയൊന്നുമില്ല, വളരെ ചുരുക്കമായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കി. പഴയ നിയമത്തിൽ നമുക്കറിയാവുന്ന 3-4 കുഷ്ഠരോഗികളുണ്ട് അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് നയമാൻ. പിന്നെ ഇവരെല്ലാം ചുരുങ്ങിയ കാലം കുഷ്ഠരോഗികളായിരുന്നതാണ്. നയമാൻ, പിന്നെ മിരിയാം, അടുത്തത് ഉസിയ, ഗേഹസി. ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഉസിയ ഒഴിച്ച് എല്ലാവരും സൗഖ്യമായതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആരെക്കുറിച്ചെങ്കിലും സംശയമുണ്ടോ? മറ്റാരെക്കുറിച്ചെങ്കിലും നിങ്ങൾക്ക് സംശയം തോന്നാനുള്ള ഒരു സ്ഥലം ഗേഹസിയാണ്. ഗേഹസിയെക്കുറിച്ച് സംശയം തോന്നാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഗേഹസിയെ ഏറ്റവും അവസാനം നമ്മൾ കാണുന്നത് രാജാവിൻ്റെ കൂടെയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ മാറ്റി നിർത്തേണ്ട ഒരാൾ ഒരിക്കലും അങ്ങനെ ഒരു സ്ഥലത്ത് വരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നത്. ന്യായമായിട്ടും ഈ അസുഖം ഉണ്ടെങ്കിൽ അവരെ ഒരു സെപ്പറേറ്റ് ആയിട്ട് പാർപ്പിക്കുകയാണ്. ഉസിയ രാജാവിനെ അദ്ദേഹം ഒരു സ്ഥലത്ത് ഏകനായിട്ട് ഇരുന്നതിന് ശേഷം അവിടെ ഇരുന്നുകൊണ്ട് മറ്റൊരാൾ വഴി ഭരണം നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ അത് നമുക്ക് അതിനോട്ട് ചിന്തിക്കാനുള്ള ഒരു മാതൃകയായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇനി ഈ ആൾക്കാർക്കെല്ലാം ഉണ്ടായിരുന്ന എന്തെങ്കിലും പ്രത്യേകത നമുക്കറിയാം, മനസ്സിലാക്കാം. സംഖ്യാപുസ്തകം 12:1. രണ്ട് രാജ 5:11. അവൻ തന്നെ മുഖത്ത് വന്ന് അടുത്തുന്നത് ദൈവമായി യഹോവയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തന്റെ കൈ ആ സ്ഥലത്തിനെ ആട്ടി ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. മതി. 2 ദിനവൃത്താന്തം 26:16 മുതലുള്ള 2 വാക്യം. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നഷ്ടനായിട്ട് മതി, അത്രയും മതി. ബാക്കി പിന്നെ വായിക്കണം. ഇപ്പം ഏകദേശം മനസ്സിലായോ? ഇവർക്കെല്ലാം എന്തുകൊണ്ടായിരുന്നു? കുഷ്ഠം ഉണ്ടായിരുന്നു. എന്നാലും വേറെ തെക്കൻ ഭാഷയെ പറഞ്ഞ മോടയെന്ന് പറയും. തിരുവനന്തപുരത്തുകാരെ വാചകമാണ്. അല്പം തമിഴ് കടന്ന ഒരു പ്രയോഗം. ഈ നയമാൻ ഇത്രയും പ്രശ്നമുള്ള ആൾ എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു എന്ന് പോലും ഞാൻ ആലോചിക്കുക. മിക്കവാറും വന്ന വഴി കൊണ്ടായിരിക്കും. പെൺപിള്ള തീർത്തും പറഞ്ഞാണ് ഇവിടെ കഞ്ഞി വയ്ക്കണമെങ്കിൽ ഇയാൾ പോയിട്ട് വരണം. എന്നിട്ട് പിന്നെ ഇങ്ങേർക്ക് ഇങ്ങനെ ധൈര്യം ഒന്നും അറിയത്തില്ല. ഇങ്ങനെ പോയ ഒരാൾ അവിടെ ചെന്ന് ഈ ഷോ കാണിക്കാം. തിരിച്ചങ്ങോട്ടല്ലേ പോകണ്ടേ? എനിക്കതാ നമ്മൾ വിചാരിക്കുന്ന ആ കുടുംബ സംവിധാനം ആയിരിക്കത്തില്ല അവിടെ അല്ലേ, അല്ലെങ്കിൽ നമ്മുടേതുപോലത്തെ ആയിരിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കുഷ്ഠത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു ഐസൊലേഷനാണ്. ആളിനെ മൊത്തമായിട്ട് അങ്ങ് മാറ്റി നിർത്തുന്ന ഒരു സംവിധാനമാണ്. ഇതിൻ്റെ വരവെന്ന് പറഞ്ഞാൽ ആ ആത്മീയമായിട്ട് നമ്മളിതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. യേശുക്രിസ്തു കൂടുതൽ പേരെ സൗഖ്യമാക്കി എന്ന് നമ്മൾ വായിക്കുന്നു. നമ്മൾ വേദപുസ്തകത്തെക്കുറിച്ച് വായിക്കുമ്പോൾ യേശുക്രിസ്തു ഒത്തിരി പേരെ സൗഖ്യമായതായിട്ട് നമുക്കറിയാം അല്ലേ? കൃത്യമായിട്ട് കണക്ക് നോക്കിയാൽ ഈ കുഷ്ഠരോഗികളെ ആയിരിക്കത്തില്ല സൗഖ്യമാക്കിയത്, വേറെ ഏതെങ്കിലും രോഗമായിരിക്കാം, നമുക്ക് ഉറപ്പില്ല. പക്ഷെ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കുഷ്ഠരോഗിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ സൗഖ്യമാകേണ്ട എന്തോ ഒരു പ്രശ്നമാണ് കുഷ്ഠം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും.
കുഷ്ഠത്തിൻ്റെ ചില ഒരു അത്യാവശ്യമുള്ള ഒരു പ്രശ്നം ഞാൻ എടുക്കാനാണ് നോക്കുന്നത്. പിന്നെ ഇത് ചിന്തിക്കുമ്പോൾ ഇതിൽ ആരെങ്കിലും ഞാൻ മനഃപൂർവ്വമായിട്ട് വേദനിപ്പിച്ചു എന്ന് തോന്നുമെങ്കിൽ നിങ്ങൾക്ക് തോന്നാൻ ഒരു വഴിയില്ല. കാര്യം ഞാൻ അതിനകത്ത് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഇത് ചെന്ന് പതിക്കാൻ സാധ്യതയുള്ള 1-2 വ്യക്തികളെയൊക്കെ എനിക്കൊരു ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ ഒരു സൂചനയുണ്ട്. പക്ഷേ അവരാർക്കും ഇത് തോന്നാൻ വഴിയില്ലെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. അങ്ങനെ തോന്നിയാൽ നിങ്ങൾ വന്ന് പറഞ്ഞു, ഞാൻ സമ്മതിക്കാൻ നിങ്ങൾക്കൊരു സമ്മാനവും തരാം. ഞാൻ പറഞ്ഞ വ്യക്തമല്ലേ? അപ്പോൾ ഈ കുഷ്ഠം എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേഷനാണ്. ഇനി കുഷ്ഠത്തിന്മേലുള്ള പുതിയ നിയമത്തിൻ്റെയും പഴയ നിയമത്തിൻ്റെയും അധികാരം എന്താണെന്നൊന്ന് ചിന്തിച്ചു നോക്കുക. പഴയ നിയമത്തിൽ പുരോഹിതൻ്റെ അടുത്ത് എന്തോ ചെയ്യണം? ഇതുകൊണ്ട് കാണിക്കണം. കാണിച്ചു കഴിഞ്ഞാൽ ഇയാൾ എന്തോ ചെയ്യും? ഇയാളെ ഒരിടത്ത് അടയ്ക്കും, അല്ലെങ്കിൽ പിന്നെ പട്ടണത്തിന് പുറത്ത് താമസിച്ചോളാൻ പറയും, അല്ലെങ്കിൽ ആൾക്കാരുടെ കൂടെ ഇടപഴകാതെ ഒരുമിച്ച് ഒറ്റയ്ക്ക് താമസിച്ചോളാൻ തീരുമാനിക്കും. അവർക്കൊരു സമയമുണ്ട്. ആ സമയത്തിന് സുഖമായില്ലെങ്കിൽ എനിക്കറിയത്തില്ല, അവർ ആ ഒരു 7 ദിവസമൊക്കെ നോക്കുന്ന പറഞ്ഞാൽ 7 ദിവസം നോക്കുമ്പോൾ സുഖമാകുമെന്നായിരുന്നോ, സുഖമാകാത്ത ഒരു സംഗതിയെക്കുറിച്ച് അവിടെ പറയുന്നുമില്ല. അതെനിക്കതൊരു അതിശയമായിട്ട് തോന്നുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുഷ്ഠരോഗം അന്നത്തെ രീതിയിൽ ചികിത്സിച്ച് പെട്ടെന്ന് ഭേദമാകുന്ന ഒരു സാധനമൊന്നും അല്ല, അല്ലേ? ഇന്നത്തെ കാലത്ത് പോലും ദിവസങ്ങൾ കൊണ്ടൊന്നും ഇത് ഭേദമാകത്തില്ല. തിരിച്ചറിഞ്ഞാൽ പോലും ഏറ്റവും ആദ്യത്തെ സമയത്ത് തിരിച്ചറിഞ്ഞാൽ പോലും വളരെ പെട്ടെന്ന് 7 ദിവസമോ 14 ദിവസം കൊണ്ടൊന്നും സുഖമാകത്തില്ല. പക്ഷെ അവിടെ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. സുഖമാകാതെ വന്നാൽ എന്ത് ചെയ്യുമെന്നുള്ളത് നമുക്കറിയാം. സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തും എന്നുള്ള ഉറപ്പാണ്. നമ്മൾ ആ രാജാവിൻ്റെ കാര്യത്തിൽ അത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ പുരോഹിതൻ എന്തേ ചെയ്യാൻ പറ്റൂ? ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ മാത്രമേ പറ്റൂ. നമ്മളെ എഴുതി തള്ളി ഒരിടത്തോട്ട് മാറ്റാനേ പറ്റൂ. വേറെ ഒന്നും ഈ പുരോഹിതന് പറ്റത്തില്ല. ഇനി തിരിച്ചു വരണമെങ്കിൽ സൗഖ്യമായി കഴിഞ്ഞാലോ സമൂഹത്തിലേക്ക് വരാൻ ചിലവുണ്ട്. നേരെ വരാനൊക്കത്തില്ല. അവന് യാഗമുണ്ട്. യാഗം പറഞ്ഞേക്കുന്ന രീതി യാഗം കഴിച്ചു വേണം എന്ത് ചെയ്യാൻ? ഇയാൾ തിരിച്ച് വരാൻ. ഇവിടെയാണ് യേശു ക്രിസ്തു ഇടപെട്ടതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാകുന്നത്. യഹൂദന് പോലും ആകെ ചെയ്യേണ്ടിയിരുന്നത് പുരോഹിതനെ ചെന്ന് കാണിക്കണമെന്നേ പറഞ്ഞോളൂ. അല്ലാത്തവനോ നടന്ന് വീട്ടിൽ പോവാം. മഹാപുരോഹിതൻ്റെ അടുത്ത് ചെന്നാൽ പരിഹാരമുണ്ടോ? പരിഹാരമേ ഉള്ളൂ. മനസ്സിലായില്ലേ? മറ്റിടത്താണെങ്കിലോ രണ്ടും തമ്മിൽ കാണിക്കുന്ന വ്യത്യാസം നമുക്ക് മനസ്സിലായി. നമ്മളതിനെ പാവത്തെക്കുറിച്ച് പാവമായിട്ടാണ് നമ്മൾ അല്ലെങ്കിൽ ചേർത്ത് വെച്ച് പറയുന്നത്. ഈ കുഷ്ഠരോഗത്തെ പാവത്തെക്കുറിച്ച് ആണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ അത് രണ്ടും സമാനമായിട്ടാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. പഴയ നമുക്ക് കാണിച്ചു തരുന്നത് ഇതിൻ്റെ വരവിൻ്റെ ഒരു രീതിയാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പിശാചിൻ്റെ വരവ് എവിടെ നിന്നാണ്, ഏത് സ്വഭാവത്തിൽ നിന്നാണ് നമുക്കറിയാം, അല്ലേ? ദൈവത്തോട് നിഷേധം പ്രഖ്യാപിച്ചപ്പോഴാണ്, അല്ലെങ്കിൽ അത് ചിന്തിച്ചപ്പോഴാണ് പിശാചെന്ന് പറയുന്ന ആ ഒരു സമൂഹം ഉണ്ടായത് തന്നെ, അല്ലേ? അപ്പോൾ അവൻ്റെ എല്ലാ സ്വഭാവവും ഇത് തന്നെയാണ്, നിഷേധിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ സ്വഭാവം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം, നമുക്ക് ഏറ്റവും ചെറുതിലേ തൊട്ട് നമ്മളൊരു അസ്തിത്വമാണെന്ന് തോന്നി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും ആദ്യം ഉണ്ടാകുന്നൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒബീഡിയൻസിനുള്ള ആ ഒരു സന്തോഷം നമുക്ക് നഷ്ടപ്പെടുകയോ ചെയ്യും. ആരെങ്കിലും ഒബേ ചെയ്ത് കഴിയുമ്പോൾ എന്തോ കുറവ് സംഭവിച്ചതുപോലൊരു ഫീലിംഗ് നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നത്. സമൂഹത്തിൽ എവിടെ ചെന്നാലും നമ്മളടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥത കേട്ടോ. എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ അല്ലയോ എന്ന് ഞാൻ വിലയിരുത്താൻ തുടങ്ങും. വിലയിരുത്തിയിട്ട് അതിലെന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ അത് പറയാൻ ശ്രമിക്കും. ഇതുപോലുള്ള ഒരു അസ്വസ്ഥത പൊതുവേ നമുക്ക് എല്ലാവർക്കും ഉള്ളത്. കുട്ടികളിലൊക്കെ നമ്മൾ കാണാം, വളരെ ചെറിയ കുട്ടികൾ ആര് പഠിപ്പിക്കുന്നതൊക്കെ നമുക്ക് അതിശയം തോന്നാറ്. നിഷേധത്തിലോട്ട് കൊണ്ടുപോകാനുള്ള പൈശാചിക ശ്രമം ഏറ്റവും ആദ്യ തലത്തിൽ തന്നെ പിശാച് ആരംഭിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് നമുക്കിവിടെ വേണ്ടത്. ദൈവത്തിന് സ്വാഗതം. നമുക്കിനി ആ 2 ദിനവൃത്താന്തം 26-ന്റെ 16 വായിച്ചു, 16-ന്റെ ആദ്യ ഭാഗം വായിച്ചു, 19 വരെ ഒന്ന് വായിക്കാം. അസരിയ പുരോഹിതനും അവരോടുകൂടെ ധൈര്യശാലികളായി യഹോവയുടെ 80 പുരോഹിതന്മാരും അവന്റെ പിന്നാലെ അകത്ത് ചെന്ന് ഉസിയ രാജാവിനെ തടുത്ത് അവനോട്, ഉസിയാവേ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. ധൂപം കാട്ടുവാൻ വിശുദ്ധീകരിക്കപ്പെട്ട അഹരോന്യനായ പുരോഹിതന്മാർക്ക് അത്രേ വിശുദ്ധപദത്തിൽ നിന്ന് പോയിക്കൊള്ളുക. ലംഘനമാകുന്നു നീ ചെയ്തിരിക്കുന്നത്. അത് നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ നിനക്കോ മാനമായിരിക്കുകയില്ല എന്ന് പറഞ്ഞു. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. അവൻ പുരോഹിതന്മാരോട് കോപിച്ചുകൊണ്ടിരിക്കെ തന്നെ യഹോവയുടെ ആലയത്തിൽ ധൂപപീഠത്തിന്റെ അരികെ വെച്ച് പുരോഹിതന്മാർ കാണുകെ അവന്റെ നെറ്റിമേൽ കുഷ്ഠം കൊണ്ടു. മതി. ദൈവത്തിന് സ്വാഗതം. നമ്മളിവിടെ സാധാരണ വ്യാഖ്യാനിക്കുന്ന ഒരു രീതിയുണ്ട്. എന്ന് വെച്ചാൽ ഈ അവിടുത്തെ സംഗതി ശരിയാണ്. നമ്മൾ വളരെ എളുപ്പം വ്യാഖ്യാനിക്കാവുന്ന ഒരു പുസ്തകമാണ്. രാജാവിന് സകല അധികാരവും ഉണ്ട്, പക്ഷേ ദൈവാലയത്തിൽ എന്തില്ല?
ദൈവാലയത്തിൽ ഒരു അധികാരവുമില്ല. ഇനി ഇത് നമ്മൾ പുതിയ നിയമത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുതിയ നിയമമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുതിയ നിയമത്തിൽ നമുക്ക് രാജാവ് ആരേ ഉള്ളൂ? യേശു ക്രിസ്തു മറ്റു രാജാവേ ഉള്ളൂ. അപ്പോൾ ഈ രാജ്യത്വമൊന്നും ഇതിനകത്ത് യാതൊരു സംഗതിയും ബാധിക്കുന്ന പ്രശ്നമല്ല. ക്രിസ്തുവിന് ഇതിനകത്ത് പൂർണ്ണ അധികാരവും ഉണ്ട്. അപ്പോൾ അതിന് പുറത്ത് വേറെ ഒരു രാജാവൊന്നും നമുക്കില്ല. പിന്നെ നമ്മൾ ഇതുമായിട്ട് താരതമ്യം ചെയ്യേണ്ട ഒരേ ഒരു സംഗതിയേ ഉള്ളൂ, നമ്മുടെ ആ പരിധിക്കകത്താണോ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്. കാര്യം ഷാരോനിലെ ചർച്ചിലെ വിശ്വാസിയെക്കുറിച്ചോ പാസ്റ്ററെക്കുറിച്ചോ, മനാമയിലൊരു ചർച്ചിലെ പാസ്റ്ററെക്കുറിച്ചോ വിശ്വാസിയെക്കുറിച്ചോ നമ്മൾ വ്യവരാതിപ്പെടേണ്ട. അതിനെക്കുറിച്ച് ഒരു ന്യായവിധി നമ്മൾ കൽപ്പിക്കേണ്ട. മനസ്സിലായില്ല? അത് നമ്മുടെ പരിധിയിലുള്ളതല്ല. ഇതിനകത്ത് നമുക്കൊരു പരിധിയുണ്ട്. കുറ്റം പറയാനല്ല, പരസ്പരം ശുശ്രൂഷിക്കാൻ. ഇത് നമ്മുടെ ഇതിനകത്തുള്ള സംഗതിയാണ്. ഇതിന് പുറത്തേക്ക് നമ്മുടെ ശുശ്രൂഷ പോകാൻ നമ്മുടെ ദൈവം അയക്കുമ്പോൾ പോകാം. വേറൊരാൾ ശുശ്രൂഷിക്കുന്ന സ്ഥലത്ത് ഒരു കാരണവശാലും നമ്മൾ കയ്യേറരുത്. നമ്മുടെ ഉത്തരവാദിത്തമുള്ളതാണ്. ഇത് കയ്യേറാൻ ശ്രമിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തെന്ന് പറഞ്ഞാൽ, മുമ്പ് ഒരുപാട് ദൈവദാസന്മാർ പോലും ഇതിന് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒത്തിരി പേരുണ്ട്. മുമ്പ് കാലത്ത് സ്ഥിരം കേൾക്കുന്ന ഒരു സംഗതിയാണ്, ചിലപ്പം പോൾ ജോണൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, ഈ ഭൂതശാന്തിക്കൊക്കെ പോയി അടി കിട്ടിയിട്ടുള്ള പാസ്റ്റർമാർ ഒത്തിരി പേരുണ്ട്. പലരും ഇത് ഒരു തവണ കൊണ്ട് നിർത്താറുമുണ്ട്. പക്ഷെ അത് വിശകലനം ചെയ്യാത്തതുകൊണ്ടാകട്ടെ. അവരുടെ പാപങ്ങൾ കൊണ്ടൊന്നും അല്ല ഇത് സംഭവിക്കുന്നത്. പലപ്പോഴും അവിവേകം കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അത് വരുന്ന വഴി എന്താണെന്ന് അവരറിയാറില്ല. അത് വിശകലനം ചെയ്യാനും ശ്രമിക്കാറില്ല, തിരുത്താനും ശ്രമിക്കാറില്ല. അവരാകെ ചെയ്യുന്ന എന്താ, ഇതിനെ ഭയന്ന് സംഗതി എന്ത് ചെയ്യും, ആ സമയമില്ല, വേറൊരു ദിവസം വേറെ ആരെങ്കിലും വിളിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ സംഗതി ഒഴിവാക്കാം. ഞാൻ നേരിട്ട് തന്നെ അനുഭവിച്ചിട്ടുള്ള കാര്യം കേട്ടോ. ഇവിടെ എനിക്ക് നേരിട്ട് വന്ന ഒരു സംഗതികൾ, ഞാനൊരു പാസ്റ്ററെ സമീപിച്ചിട്ട് ഈ ഒരു പ്രശ്നം പുള്ളി പറഞ്ഞ്, ഇതിൻ്റെ പേരും പറഞ്ഞ് ഇവിടെ വന്നയാളാണ്, പക്ഷേ ഈ കാര്യത്തിലേക്ക് സമീപിച്ചപ്പോഴത്തേക്ക് ബ്രദർ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കാൻ എൻ്റെ അടുത്ത് ഉപദേശം തന്നു. പറഞ്ഞ് ഞാൻ വേറെ ആളെയും കൊണ്ടാണ് പോയത്, ആ ആളിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ആവശ്യമില്ലാത്തൊന്നും എടുക്കാതെ നിൻ്റെ കാര്യം നോക്കാൻ പറഞ്ഞു. ഇതാണ് എനിക്ക് കിട്ടിയ ഉപദേശം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന സാരം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക. അതല്ല മറ്റൊരു ട്രാൻസ്ലേഷനിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു വ്യാഖ്യാനത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെ കുഷ്ഠത്തിലേക്ക് തിരിച്ചു വരാം. യേശുക്രിസ്തു കുഷ്ഠം സുഖമാക്കിയ രീതി മിക്കവാറും ന്യായമായിട്ടും യേശുക്രിസ്തു സൗഖ്യമാകാനാണ് പറയുന്നത്. പലപ്പോഴും യേശുക്രിസ്തു സൗഖ്യമാക്കുന്ന ഒരു രീതിയുണ്ട്. ഈ തളർവാദം പിടിച്ചവരെയൊക്കെ യേശുക്രിസ്തു സൗഖ്യമാക്കിയിട്ടുള്ള എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ? പക്ഷവാദം അവർ പ്രശ്നം സോൾവ് ചെയ്ത് അങ്ങ് വിടുക ചെയ്യുന്നത്. കുഷ്ഠരോഗികളോട് പറഞ്ഞതെല്ലാം ശുദ്ധമാകാണ്. ന്യായമായിട്ടും രോഗം മറ്റു പലതുമാരും നടക്കേണ്ടതല്ലേ. ഇവൻ അശുദ്ധി സമൂഹം കൽപ്പിക്കുന്നതാണ്. രോഗത്തിൻ്റെ ലക്ഷണമായിട്ട് അശുദ്ധിയൊന്നുമില്ല. അശുദ്ധി വരുന്ന ചില കാര്യങ്ങളുണ്ട്. കാര്യം എന്തുകൊണ്ടാണ് ഈ രോഗം പകരാൻ സാധ്യതയുണ്ടാണ് എന്തുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഇയാളിനെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. ഇതാണ് നമുക്ക് തരുന്ന ഈ സ്വഭാവത്തിൻ്റെ മറ്റൊരു വസ്തുത. ഞാൻ വളരെ വേഗം അങ്ങ് പോകാൻ ശ്രമിക്കാം. ഇത് പകരുമെന്നുള്ളത് മനസ്സിലായില്ലല്ലോ. അപ്പോൾ ഇത് മറ്റുള്ളവരുമായിട്ട് സഹകരിക്കുന്നത് നമ്മൾ ഒഴിവാക്കണം. യേശുക്രിസ്തു സൗഖ്യമാക്കിയാൽ പൂർണ്ണ സൗഖ്യമാണ്. മഹാപുരോഹിതൻ്റെ അടുത്ത് ഈ സൗഖ്യമുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സ്വഭാവ സവിശേഷതയിലോട്ട് ഒന്ന് പോകാൻ ആഗ്രഹിക്കും. കുഷ്ഠരോഗികൾക്ക് വരുന്ന ശാരീരിക പ്രയാസങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ സ്പർശനം നഷ്ടപ്പെടും. ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രശ്നം പരിഹരിക്കാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സംഗതി, സ്പർശനം നഷ്ടപ്പെടും. എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടാൽ എന്ത് ചെയ്യത്തില്ല, നമ്മൾ അറിയത്തില്ല. ഇത് നമ്മൾ തൊട്ടാൽ അറിയുന്നത് എങ്ങനെയാണ് എന്ന് അതിൻ്റെ സയൻസിനെ കുറിച്ച് മിക്കവാർക്കും എല്ലാവർക്കും അറിയാം. എന്നാലും അത്യാവശ്യം ഒന്ന് പറയുക. ഇവിടെ സെൻസറുകളുണ്ട്. നമ്മളെ കാറിനൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ട്, സെൻസറുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു അകലത്ത് ചെന്ന് ഒബ്ജക്റ്റിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അയ്യോ എന്ന് വിളിക്കുന്ന ഒരു സംവിധാനം കാറുകളിലെല്ലാം ഉണ്ട്. ഇതുപോലെ സെൻസറുകളുണ്ട്. ഈ സെൻസറുകൾ ഇത് സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യണം, മേളിലോട്ട് വിവരം അറിയിക്കണം. ഈ സംവിധാനം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ വളരെ ലളിതമായിട്ട് അങ്ങ് പറയുകയാണ്. വലിയ ശാസ്ത്രം പറയണമെങ്കിൽ എനിക്കും വായിച്ച് പറഞ്ഞാലേ നോക്കൂ. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ
നിങ്ങൾ വാ തുറന്ന് പോടാന്ന് പറയും. അതുകൊണ്ട് അതങ്ങ് വിടുന്നു. അപ്പോൾ ഈ സെൻസറുകൾ എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ ധർമ്മം നിർവഹിക്കാൻ പറ്റാത്ത വിധം രോഗാവസ്ഥയിലായി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സ്പിരിച്വൽ വാല്യൂ ആണ് ഇത്. ഒരു കൂട്ടായ്മയൊക്കെ നഷ്ടപ്പെട്ട വല്ലതും തോന്നാറുണ്ടോ? ഇല്ല. ആരെങ്കിലുമൊക്കെ ചോദിക്കും, അതല്ലാതെ വല്ല പ്രശ്നമുണ്ടോ? കൂട്ടുകാർ കൂടി ഇപ്പം തന്നെ ചെറിയ ചെറിയ കൂട്ടായ്മകൾ പലതും ഉണ്ടല്ലോ പലയിടത്തും. നമ്മളില്ലാതെ ഒരു ദിവസം കൂടി എന്ന് നമ്മൾ അറിഞ്ഞു കണ്ടാൽ നമ്മൾ എന്തോ ചോദിക്കാൻ പോകുന്നത്? കൂടിയവരാരെങ്കിലും ഉണ്ടോ ഈ ലോകത്ത്? ഇല്ല. ഞാൻ പറയാം എന്തൊക്കെ ചെയ്തു, ഏത് ഗെയിമാണ് കളിച്ച്, എന്ത് ഫുഡാണ് കഴിച്ച്, എത്ര പൈസ ചിലവായി, ഇതൊക്കെ ചോദിക്കുമോ നിങ്ങൾ ആരെങ്കിലും? മിണ്ടരുത്. ഒരു കൂട്ടായ്മ നഷ്ടപ്പെട്ട എന്തോ ചോദിക്കും? ഒന്നും ചോദിക്കത്തില്ല, ഒന്നും പറയത്തുമില്ല. അവിടെ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വല്ലതും പറഞ്ഞ മടുപ്പോടെ കേൾക്കും. ഇതാ ഞാൻ പറഞ്ഞ സെൻസർ നഷ്ടപ്പെടുന്നു. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയാം? കുറച്ച് ദിവസം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മുറിച്ച് മാറ്റിയാലും അറിയത്തില്ല, മുറിച്ച് മാറ്റേണ്ടിയും വരും. ഇവനെ മുറിച്ച് മാറ്റിയ പള്ളിയിലിരിക്കുന്നവർക്കും വലിയ വേദനയില്ല, ഈ മുറിച്ച് മാറ്റിയവനും വലിയ വേദനയില്ല. ദൈവത്തിന് സ്വാഗതം. ഇനിയും ചില പ്രശ്നങ്ങളുണ്ട് കേട്ടോ. വേദന അറിയത്തില്ല. വേദന അറിയാത്ത രോഗാവസ്ഥയുള്ള വ്യക്തികൾ അപൂർവമായിട്ട് ജനിച്ചിട്ടുണ്ട്. ഒരാളെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുമുണ്ട്, അറിയുകയും ചെയ്യാം. അല്ല, ഇപ്പം ജീവിച്ചിരിക്കില്ല. നമുക്ക് തോന്നുന്നു ഇത് സന്തോഷകരമായ ഒരു അനുഭവമാണ്. ഒരിക്കലുമല്ല. കയ്യോ കാലോ എവിടെങ്കിലും തട്ടിയാൽ അറിയത്തില്ല. എന്തു ചെയ്യും? രക്തം ഒലിച്ചുകൊണ്ടേയിരിക്കും. ഇത് കാണുമ്പോഴേ മനസ്സിലാവും. നമ്മുടെ ശരീരത്തിന് കാണാത്തൊരു ഭാഗത്താണെങ്കിൽ ഈ രക്തം വേറെ ഏതെങ്കിലും ആക്സിഡൻ്റ് ആയിട്ട് നമ്മൾ കാണുമ്പോഴേ അറിയും മുറിഞ്ഞെന്ന്. വേദന നമ്മുടെ ശരീരത്തിന് ഈ നിലപാട് ജീവിക്കാൻ ഒരു അനുഗ്രഹമാണ്. ഒരിക്കൽ കൂടെ കേട്ടോ, വേദന നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ഒരു അനുഗ്രഹമാണ്. കുഷ്ഠരോഗികളുടെ കാലിൻ്റെ അടിയിൽ ഒരുതരം പൊള്ളൽ പോലെ ഒരു വൾസർ പോലെ വരും. വേദനയില്ല. ഇവരിതും കൊണ്ട് എന്ത് ചെയ്യും? നടക്കും. വേദന ഇല്ലാത്തത് കൊണ്ട് ഒരിക്കലും സംരക്ഷിക്കാൻ ഇവർക്ക് പറ്റത്തില്ല. എന്ത് ചെയ്യാം? അറിയാതെയാണെങ്കിൽ ഇവർ കാലെടുത്ത് തറയിലോട്ട് ചവിട്ടി കഴിഞ്ഞേ അറിയത്തുള്ളൂ ഇങ്ങനൊരു സാധനം അവിടെ ഉണ്ടെന്ന്. ചിലപ്പോൾ ഇവിടെ നടന്നു കഴിഞ്ഞേ അറിയത്തുള്ളൂ ഇത് സംഭവിച്ചു എന്ന്. ഈ സാധനം ഒരിക്കലും ഉണങ്ങാത്ത വിധത്തിൽ മുമ്പോട്ട് പോകും. പരിഹരിക്കാത്ത ഉണങ്ങാത്ത മുറിവുകളുമായിട്ട് പോകുന്നെങ്കിൽ മനസ്സിലായിക്കോണം എന്ത് ബാധിച്ചിട്ടാണ്. കാര്യം ഈ മുറിവ് അവിടെ ഇരിക്കുന്നതിൻ്റെ വേദന നിങ്ങൾക്കില്ല. നിങ്ങൾ ഈ ശരീരത്തിൻ്റെ ഭാഗമല്ല. അതുകൊണ്ടാണ് വേദന അറിയാത്തത്. വേദന അറിയുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ശരീരത്തിൻ്റെ ഭാഗമാകുന്നുള്ളൂ. ദൈവത്തിന് സ്വാഗതം. കാര്യം മനസ്സിലാവുന്നുണ്ട്. നിങ്ങളിപ്പോഴും ആ സംഗതിയിലല്ലേ? 1 കൊരിന്ത്യർ 12:27 വായിച്ചു. നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തർ വെവ്വേറെ അവയവങ്ങളുമാകുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ പലരോടും പറഞ്ഞിട്ടുള്ളതാണ്, പലരെയും ഐഡന്റിഫൈ ചെയ്തിട്ടുമുണ്ട് ഇതുപോലെ ചില കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇപ്പം ഇന്ന് നമുക്ക് ഏറ്റവും പറഞ്ഞ് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം, നിങ്ങളുടെ ഹൃദയം പ്രവർത്തിക്കാതാകുന്നു എന്ന് വന്നാൽ, അല്ലെങ്കിൽ കിഡ്നി പ്രവർത്തിക്കുന്നില്ല എന്ന് വന്നാൽ, അത് മാറ്റാൻ ഒരു ചികിത്സ വേണ്ടി വന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അത് മാറ്റി വേറെല്ലാം വയ്ക്കുകയോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളായിരിക്കുന്ന ഒരു വിശ്വാസ കൂട്ടത്തെ വിട്ട് നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷ എന്താണ്? അതാദ്യം അറിയണം.
അത് പോകുന്നതിൻ്റെ അന്ന് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. ആ കൂട്ടത്തിൽ വന്നു തുടങ്ങുമ്പോൾ മനസ്സിലാക്കണം എൻ്റെ ശുശ്രൂഷ എന്താണെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ അവയവം മാറ്റിയിട്ട് വേറൊരു അവയവം വെച്ചിട്ടേ പോകാവൂ. ഇതിൻ്റെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ആ കൂട്ടം നിലനിൽക്കും. ഇനി അതേ അധ്യായത്തിൻ്റെ 14 മുതൽ 18 വരെ വായിച്ചോ. ശരീരം ഒരു അവയവമല്ല, പലതത്രേ. ഞാൻ കൈയല്ലായതുകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ഞാൻ കണ്ണല്ലായതുകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ശരീരം മുഴുവൻ കണ്ണായാൽ ശ്രവണമെവിടെ? മുഴുവൻ ശ്രവണമായാൽ കാണമെവിടെ? ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറായി വെച്ചിരിക്കുന്നു. മതി. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? കണ്ണ് പറയാണ് ഞാൻ ശരീരത്തിൻ്റെ ഭാഗമല്ല. കാല് പറയാണ് ഞാനിതിൻ്റെ ഭാഗമല്ല. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ചിലർ ഇതിനായിട്ട് കാത്തിരുന്ന് പറയാറുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു അവസരം കിട്ടി ആരാധനയ്ക്ക് വരാതായി കഴിഞ്ഞിട്ട് ഒരു 2 മണിയാകുമ്പോൾ കാത്തിരിക്കും. ആരും വിളിച്ചില്ല. 3 മണിയാകുമ്പോഴത്തേക്ക് പ്രഖ്യാപിക്കും. നമ്മൾ പോയാലും വന്നാലും ആരറിയാൻ, ആര് ചോദിക്കാൻ. പിന്നെ നമുക്ക് വേണ്ടി, നമ്മൾ ദൈവത്തിന് വേണ്ടി പോകുന്നു. ദൈവത്തിന് വേണ്ടി ആരാധനയ്ക്ക് ഇവിടെ ആരും വരരുത്. ദൈവത്തിന് വേണ്ടി ഇവിടെ ആരും ആരാധനയ്ക്ക് വരരുത്. ദൈവത്തെ ആരാധിക്കാൻ അവിടെ ആൾക്കാരുണ്ട്. നമ്മൾ വരുന്നത് നമ്മുടെ നന്ദിയും സന്തോഷവും പ്രകടിപ്പിക്കാൻ. എനിക്കെൻ്റെ ദൈവത്തോട് സ്നേഹമുണ്ട്, എനിക്കെൻ്റെ ദൈവത്തോട് നന്ദിയുണ്ട്. ഞാൻ അത് പ്രകാശിപ്പിക്കും. ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതുമായിട്ട് വേണം വരാൻ. ദൈവത്തിൻ്റെ സ്വാഗതം. നമ്മളൊരു അവയവമാണെന്നുള്ള ബോധ്യം നമുക്കാണ് ഉണ്ടായിരിക്കേണ്ടത്. വേറെ ആരും പറയത്തില്ല. കൈ ചിലപ്പോൾ ഓരോ സാധനത്തിൽ തൊട്ട് കഴിയുമ്പോഴും കഴുകും. ഇറച്ചി കൈകാര്യം ചെയ്തേച്ച് പിന്നെ മധുരം കൈകാര്യം ചെയ്യുമ്പോൾ പാചകത്തിൽ നിൽക്കുകയാണെങ്കിൽ പോലും ഈ കൈ കഴുകിക്കൊണ്ടേയിരിക്കും. ഈ സമയത്ത് കാല് കഴുകത്തില്ല. കാലിന് പറയാൻ പറ്റുമോ ആ കൈ 3-4 തവണ കഴുകാൻ അവനൊരു കുഴപ്പമില്ലായിരുന്നു, ഇത് ഒരു തവണ പോലും കഴുകാൻ നിനക്ക് വയ്യെന്ന് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? നിനക്കൊരു ധർമ്മമുണ്ട്. നീ ഇതിനെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഈ ബോധ്യം നിനക്കുണ്ടായിരിക്കണം. ഇത് ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ നിന്നെ ഏത് സമയത്തും കഴുകാൻ ഒക്കത്തില്ല. ശരീരത്തിൻ്റെ അവയവം ഏതാണെന്നും അതിൻ്റെ ധർമ്മം ഏതാണെന്നും മനസ്സിലാക്കണം. നമ്മളൊരു അവയവമാണെന്നുള്ള ബോധ്യം നമുക്ക് വേണം. ഈ അവയവം എത്രയും സമയത്ത്, ഏതെല്ലാം സമയത്ത് ശരീരവുമായിട്ട് ബന്ധം വേണോ ആ സമയത്തെല്ലാം ബന്ധം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ഇതല്ലെങ്കിൽ ഈ അവയവം മുറിച്ചു മാറ്റിയാൽ പോലും അവയവത്തിനും പ്രശ്നമില്ല, ശരീരത്തിനും പ്രശ്നമില്ലാത്ത കുഷ്ഠത്തിൻ്റെ അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയാം. സ്ഥിരമായിട്ട് നമ്മളൊരു സംവിധാനം അങ്ങുണ്ടാക്കുക. ഞാൻ 3-4 ദിവസം, ഞാൻ മുമ്പ് പലവണയും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു സഹോദരൻ എനിക്കറിയാവുന്ന, ഞാൻ ICP കമ്മിറ്റി വെച്ച് ഞങ്ങൾ പരിചയപ്പെട്ടതാണ്. അദ്ദേഹം ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്നതാണ്. ഒരു ദിവസം ആരാധനയ്ക്ക് കണ്ടില്ല. പാസ്റ്റർ ചോദിച്ചെന്താ, കോൺക്രീറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിയാൻ താമസിച്ചു. രണ്ടാമതും പിന്നെ ഒരു തവണ ഇതുപോലെ പിന്നെയും മിസ്സായപ്പോഴത്തേക്ക് ചോദിച്ചു, അന്നും കോൺക്രീറ്റ് ഉണ്ടായിരുന്നു. 3-ാമത്തെ ആഴ്ച പാസ്റ്റർ ഇങ്ങോട്ട് പറയാം കോൺക്രീറ്റ് ഉണ്ടായിരുന്നില്ലയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം ഒരു സംഗതി അങ്ങ് ക്രിയേറ്റ് ചെയ്ത് വെച്ചു. അക്കൗണ്ടബിലിറ്റി വിശ്വാസിക്ക് ഉണ്ടായിരിക്കണം. ഒരാഴ്ച വരാൻ പറ്റിയില്ലെങ്കിൽ വരാൻ പറ്റിയില്ല എന്ന് വിളിച്ച് പറയാൻ കഴിയണം. അത് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സംവിധാനത്തോട് ബന്ധമില്ലെന്നുള്ളതാണ് കാണിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കുഷ്ഠം വന്നാൽ പുരികം പൊഴിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ വ്യക്തിയുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടും. ഇയാളിനെ തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇയാൾക്ക് സ്വയം തോന്നുന്നു എന്നെ ആരും അറിയത്തില്ല, എന്തും ചെയ്യാൻ തയ്യാറാവും. പാപത്തിലേക്ക് പോകാൻ ഭയങ്കര എളുപ്പമാണ്. എന്നെ നോക്കാൻ ആരുമില്ല, എന്നെ ശ്രദ്ധിക്കാനും ആരുമില്ല. പാപത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. നമുക്ക് ദൈവം തരുന്ന ഒരു സെക്യൂരിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇത്രയും ആൾക്കാരുടെ നമുക്ക് തരുന്ന കുടുംബം, നമുക്ക് തരുന്ന സമൂഹം, ഇതെല്ലാം നമ്മുടെ സെക്യൂരിറ്റിയാണ്. ഈ സെക്യൂരിറ്റി ഇല്ലെങ്കിൽ പോലും നമ്മൾ പാപം ചെയ്യാൻ സാധ്യത കൂടുതലാണ്. എന്ന് വെച്ചാൽ നമ്മളിന്നൊരു കുടുംബത്തോടൊപ്പം വസിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താ. നമ്മൾ ബാച്ചിലറായിട്ട് കൂടെ പോവുക, ഒരു കൂട്ടരോട് പോയി താമസിക്കുന്നു. ആ സ്ഥലത്തുണ്ടാകുന്ന സകല വൃത്തികേടിൻ്റെ ഒരു ഭാഗമാകാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. ആരും ചോദിക്കണ്ടോ? ആരും ചോദിക്കുന്നില്ല.
ആ മുറിയിൽ ഒരു കുപ്പി കള്ള് കൊണ്ടുവന്നാൽ നമ്മൾ ആർക്കും അറിയാതെ കുടിക്കാൻ പറ്റും. ആ മുറിയിൽ ഒരു സ്ത്രീ വന്നാൽ ആ സ്ത്രീയുമായിട്ട് ഇടപഴകാൻ പറ്റും, ആരും അറിയാതെ. നമുക്ക് കണ്ണു അടച്ച് പറയാം, ഞാനല്ല, അടുത്ത മുറിയിൽ അവിശ്വാസികളാണെന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയുകയും ചെയ്യാം. ലോകത്തിൽ ആരും നിങ്ങളോട് ചോദിക്കാൻ പോകുന്നില്ല. പുരികം പോയാലുണ്ടെന്ന പ്രത്യേകതയാണ്. ദൈവത്തിന് സ്തോത്രം. കാഴ്ച നശിക്കും. ഞാൻ അതുകൊണ്ട് നിർത്തുക. ഈ രോഗത്തിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. കാലാകാലങ്ങളിൽ കുറേശ്ശെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. പെട്ടെന്ന് ആരും അറിയത്തുമില്ല, സംഭവിച്ച് കഴിഞ്ഞേ അറിയാറുള്ളൂ. കൈ അഴുകിപ്പോയി വിരൽ മുറിക്കേണ്ട സമയം ആകുമ്പോഴേ മനസ്സിലാവും കൈ അഴുകിയെന്ന്. ആദ്യം സ്പർശനം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഇത്രേ ഉള്ളെന്ന് വിചാരിക്കും. ഒന്നും ചെയ്യാതായി കഴിയുമ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്ക് ആ ഭാഗം മുറിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുക ചെയ്യുന്നു. കാഴ്ച, ഭാവിയെക്കുറിച്ച് കാഴ്ചയില്ലായ്മ. എനിക്കെന്ത് സംഭവിക്കും, ഞാൻ ഈ രീതിയിൽ പോയാൽ എനിക്കെന്ത് സംഭവിക്കും എന്നുള്ള തിരിച്ചറിവില്ലായ്മ. ദൈവത്തെ അകന്ന് ജീവിച്ചാൽ എനിക്കെന്ത് സംഭവിക്കും, ഞാൻ ദൈവത്തിൽ നിന്ന് അകന്ന്, കൂട്ടായ്മയിൽ നിന്നും അകന്ന് ഞാൻ ദൈവത്തിന് മനുഷ്യനും കൊള്ളാത്തവനായി തീരും എന്നുള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെടും. ഞാൻ സമയം ചെലവാക്കി എൻ്റെ കുടുംബത്തിന് വേണ്ടിയും എൻ്റെ മക്കൾക്ക് വേണ്ടിയും അധ്വാനിച്ചില്ല, അവർക്ക് വേണ്ടി സമയം ചെലവാക്കിയില്ല എന്നുണ്ടെങ്കിൽ ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് ഞാൻ പിന്മാറുന്നവനായി, അവിശ്വസ്തനായി മാറും എന്നുള്ള തിരിച്ചറിവില്ലായ്മ. ദൈവത്തിന് സ്തോത്രം. ദൈവം എന്നെ ആക്കിയിരിക്കുന്ന കൂട്ടായ്മയിൽ എനിക്കൊരു ശുശ്രൂഷയെന്നുള്ള തിരിച്ചറിവില്ലാതെ ആ ശുശ്രൂഷയിൽ നിന്ന് മാറി നിന്ന് ആ കൂട്ടായ്മയെ വികലാംഗനാക്കി തീർക്കുന്ന കാഴ്ചയില്ലായ്മ. ഭാവിയെക്കുറിച്ചുള്ള തിരിച്ചറിവ്, അതാണ് കാഴ്ചയെക്കുറിച്ച് കാണിക്കുന്നത്. നാളെ എന്ത് നടക്കും എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഈ കാഴ്ച കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുന്നത്. കർത്താവായ യേശുക്രിസ്തുവിലുള്ള പ്രത്യാശ. നമ്മുടെ വീട്ടിലുള്ളവർ, നമ്മളെ സ്നേഹിക്കുന്നവരെ ഒക്കെ ഈ ലോക ജീവിതം വിട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മളാകെ നിലനിർത്തുന്ന ഒരേ ഒരു സംഗതി എന്താണ്? ഈ പ്രത്യാശയാണ് നമ്മളെ നിലനിർത്തുന്നത്. ഈ മഹത്വ പ്രത്യാശയെക്കുറിച്ചുള്ള ബോധ്യം നമ്മളെ നിലനിർത്താൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ, ഇതാണ് നമ്മളെ നിലനിർത്തുന്നെങ്കിൽ അതിനുവേണ്ടി ഓരോ ദിവസവും അധ്വാനിക്കാൻ നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? ആ ഓരോ ദിവസവും പ്രയത്നിക്കാൻ നമുക്ക് എന്ത് കഴിയുന്നില്ല? ദൈവത്തിന് സ്തോത്രം. ഓരോ അവയവവും പറയേണ്ടത് ആ അവയവത്തെക്കുറിച്ചാണ്. ആ അവയവം മറ്റൊരു അവയവത്തെ നോക്കുകയല്ല വേണ്ടത്. താരതമ്യം ചെയ്യാവുന്ന അവയവങ്ങളില്ല. ഓരോന്നിനും വ്യത്യസ്തമായ ധർമ്മമാണ്, ഓരോന്നിനും വ്യത്യസ്തമായ പരിപാലനമാണ് ലഭിക്കുന്നത്. പലതിനെയും ശ്രേഷ്ഠമെന്നും അല്ലാത്തതെന്നും ഒക്കെ നമുക്ക് തോന്നും. ഒരു ശരീരത്തിൽ അങ്ങനെ ഒരു അവയവവും ഇല്ല. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഈ ക്രിസ്തു എന്ന നിർദോഷമായ രക്തത്താൽ നമുക്ക് സമ്പാദിച്ച ഈ സഭയെന്ന് പറയുന്ന ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഈ അവയവത്തിന് ഒരു സെൻസ് നഷ്ടപ്പെടാൻ പാടില്ല. ശത്രു തൊട്ടാൽ അറിഞ്ഞിരിക്കണം. ശത്രു തൊട്ടാൽ ശരീരം അറിഞ്ഞിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ശരീരം, അതിൻ്റെ അവയവത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആ അവയവത്തെ അപമാനിക്കാനല്ല ഒരിക്കലും ശ്രമിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം ശരീരത്തിൻ്റെ എന്തെങ്കിലും ഒരു അവയവം എടുത്തു വെച്ച് പരസ്യമായിട്ട് അപമാനിക്കാൻ ശ്രമിച്ച ആരെങ്കിലും ഈ ലോകത്തുണ്ടോ? സെൻസുള്ള ആരും ചെയ്യത്തില്ല. ശരീരത്തിൻ്റെ അവയവത്തിനൊരു അപമാനം ഉണ്ടെങ്കിൽ ആ അപമാനം മാറ്റാനുള്ള വഴികൾ നോക്കി അത് കണ്ടുപിടിച്ച് അപമാനത്തെ മാറ്റി ആ ശരീരത്തിൽ അതിനെ സംരക്ഷിക്കുകയാണ് ആ ശരീരം ചെയ്യുന്നത്. ഇതാണ് ചെയ്യേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഇനി നമ്മളെ തന്നെ ശോധന. നമുക്ക് എവിടെയെങ്കിലും കുഷ്ഠം ബാധിച്ചിട്ടുണ്ടോ? ഈ അവയവം എന്നുള്ള നിലയിൽ നമുക്ക് എവിടെയെങ്കിലും കുഷ്ഠം ബാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഈ അവയവം അതിൻ്റെ ധർമ്മങ്ങളെല്ലാം ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. കുഷ്ഠരോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളിപ്പോൾ തന്നെ മനസ്സിലാക്കി. ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനം കാലക്രമേണ ഇത് ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. വിശ്വാസ സമൂഹത്തിൽ ഓരോ വ്യക്തികളായിട്ട് താല്പര്യം നഷ്ടപ്പെടും. നമ്മൾ ഇന്നലെ കേട്ടല്ലോ, നമ്മൾ കുറച്ചു മുമ്പേ സാക്ഷ്യത്തിൽ കേട്ടല്ലോ, പുറത്തിറങ്ങി ഒരു വാചകം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇനി ഇതുപോലൊരു ചർച്ച ഇത്ര എണ്ണം വേണമെങ്കിൽ നടത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് വരുന്ന ഒരവസ്ഥ. ദൈവത്തിന് സ്തോത്രം. ഇത് മനുഷ്യ സ്വഭാവമാണ്. കാര്യം, ഒരു ആക്ഷേപം കേട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണ്. നമുക്കറിയാം എന്തുകൊണ്ടാണ് സഭയിൽ രാഷ്ട്രീയക്കാരും ഈ കമ്മിറ്റി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചുമതലയിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ആദ്യ സമയത്ത് പാസ്റ്റർമാർ ആരെങ്കിലും നല്ല വിശ്വാസികളായിട്ട് നിൽക്കുന്ന ഉത്സാഹമുള്ളവരെ ആക്കി വയ്ക്കും.
ആ ആള് വർഷാവസാനം ആകുമ്പോഴത്തേക്ക് അയാളും കുടുംബവും അടക്കം ചീത്ത കേട്ട് കഴിയുമ്പോൾ ഞാൻ ഇനി മേലാൽ ഈ ഒരു സ്ഥാനത്തേക്ക് ഇല്ല, ചിലപ്പോൾ സഭയിലേക്കും ഇല്ലെന്ന് പറഞ്ഞായിരിക്കും പിരിയുന്നത്. കമ്മിറ്റിയിൽ സ്ഥിരമായിട്ട് ഒരാൾ ഇരിക്കുന്നെങ്കിൽ ആ ആളെ അങ്ങനെ തന്നെ ഇരുത്തുന്നതായിരിക്കും കമ്മിറ്റിയുള്ള സ്ഥലം നല്ലത്. വേറെ ആളെ മാറ്റാതിരിക്കുന്നത് നല്ല കാര്യം. അവർ അങ്ങനെയെങ്കിലും അവരവിടെ ഇരുന്നോളും. വേറെ ഒരിടത്തും അവരെ ഇരുത്താനും ശ്രമിക്കുന്നത്. കമ്മിറ്റിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, ശുശ്രൂഷകളെ കുറിച്ചല്ല. ഞാൻ രണ്ടായിട്ടാണ് കാണുന്നത്. രണ്ട് വിധത്തിലാണ് നിർത്തേണ്ടിയിരുന്നത്. നമ്മുടെ സഭകളിലല്ല, ഈ മുഴുവൻ ഒരുപാട് സ്ഥലങ്ങളിൽ വന്നുപോയ ഒരു പ്രശ്നം അതാണ്. ദൈവത്തിന് സ്വാഗതം. ഞാൻ അവസാനമായി ഒരിക്കൽ കൂടെ പറയാം, നമ്മൾ ഈ സഭയുടെ ഒരു അംഗമാണ്. ഇവിടെ നിന്നല്ല, നിങ്ങൾ ഈ ലോകത്ത് എവിടെ ആരാധനയ്ക്ക് പോയാലും നിങ്ങൾ ചെല്ലുന്ന ആദ്യ ദിവസം മുതൽ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ കൂട്ടായ്മയുടെ ഒരു അവയവമാണ്. ഈ ശരീരം നന്നായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അതിന് എൻ്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആ ഉത്തരവാദിത്വം നിന്നുകൊണ്ട് നിങ്ങളുടെ ധർമ്മം പൂർണ്ണമായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ ധർമ്മം നിങ്ങൾ ചെയ്യാതെ വരുമ്പോൾ ആ ശരീരത്തെ നിങ്ങൾ ബലഹീനമാക്കുകയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. നാളെ മുതൽ ഉഴപ്പി നടന്നാലും എനിക്ക് പ്രശ്നമല്ല, പക്ഷെ നിങ്ങളിത് അറിഞ്ഞു വെച്ചാൽ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ ധർമ്മം ഇതോടെ കഴിയും. നമ്മളിൽ ഓരോരുത്തരുമാണ് ഈ പ്രവൃത്തി വേണ്ടത്. ഈ ശരീരത്തെ കുഷ്ഠരോഗം വന്ന് മരിക്കാൻ നമ്മൾ വിട്ടുകൊടുക്കാതെ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നമ്മൾക്ക് ഓരോരുത്തർക്കും. ദൈവത്തിന് സ്വാഗതം. പഴയ നിയമം മുതൽ വളരെ മാതൃകയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പാപത്തിന് തുല്യമായി കൊണ്ടുവന്ന് കാണിച്ച ഒരു രോഗം യേശുക്രിസ്തു അനേകം പേരെ സൗഖ്യമാക്കി, 10 പേരെ ഒരുമിച്ച് സൗഖ്യമാക്കിയിട്ട് അവിടെയും വളരെ നന്നായിട്ട് മാതൃക കാണിച്ചു. യഹൂദന്മാരായിട്ടുള്ളവർ എന്ത് ചെയ്യണം, അതല്ലാത്തവൻ എന്ത് ചെയ്യണം എന്നുപോലും വളരെ വ്യക്തമായിട്ട് മാതൃക കാണിച്ചുകൊണ്ടാണ് ഈ സംഗതി ശേഷിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു യാഗവും ഇനി ശേഷിക്കുന്നില്ല. നമ്മുടെ മഹാപുരോഹിതന്റെ അടുത്തോട്ട് എത്ര വലിയ രോഗമായിട്ട് ചെന്നാലും തിരിച്ച് സൗഖ്യമായിട്ടേ നമ്മൾ വരും. തിരിച്ച് യഥാസ്ഥാനത്താക്കി വിടൂ. മറ്റേ പുരോഹിതൻ അങ്ങനെയല്ല, നോക്കി വെച്ച് അടച്ചിടുക അതിന് 7 ദിവസത്തേക്ക്. ചെന്നാൽ 7 ദിവസം കഴിയാതെ ഒരു ഉത്തരവുമില്ല. ഇവിടെ അങ്ങനല്ല, ചെന്ന ആ നിമിഷം നമ്മളെ യഥാസ്ഥാനപ്പെടുത്തിയിട്ടാ വിടാം. ശുദ്ധമാകാം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, നമ്മുടെ കാര്യം വീണ്ടും നമ്മൾ പഴയ സ്ഥലത്തേക്കാകുകയാണ്. ഒരു ദിവസം പോലും, ഒരു മിനിറ്റ് പോലും നമ്മളെ മാറ്റി പാർപ്പിക്കുന്നില്ല. ഇതാണ് യേശുക്രിസ്തുവിന്റെ മഹത്വം. പാപത്തോട് യേശുക്രിസ്തു ചെയ്ത ഏറ്റവും വലിയ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ഒരു സംഗതി തന്നെയാണ് കുഷ്ഠത്തോട് യേശുക്രിസ്തു കാണിച്ച എല്ലാ രീതിയും. ഒറ്റ വാക്ക്, ശുദ്ധമാകാം. സൗഖ്യമാകുക എന്നല്ല പറഞ്ഞു, ശുദ്ധമാകാം. പറഞ്ഞിട്ടുള്ള എല്ലാ സന്ദർഭങ്ങളും ഞാൻ എടുത്ത് വായിച്ചു നോക്കും. റെഫറൻസ് തന്നെയാണ് ഞാൻ വായിക്കാൻ. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുവിടാം. മത്തായി 8:1, മർക്കോസ് 1:42, ലൂക്കോസ് 5:13. ഈ എല്ലാ സന്ദർഭങ്ങളിലും യേശുക്രിസ്തു പറഞ്ഞേക്കുന്നത് ശുദ്ധമാകാം. ദൈവത്തിന് സ്തോത്രം. ഇത് ശുദ്ധമാകേണ്ടതാണ്. പാപം എന്ന് പറഞ്ഞത് നമ്മുടെ വേർപാടിനെയും വിശുദ്ധിയും കാണിക്കുന്ന ഒരു സംഗതിയാണ്. തീർച്ചയായിട്ടും ഇതിനെ രണ്ടിനെയും ബാധിക്കുന്ന സംഗതി തന്നെയാണ് ഈ രോഗത്താലും സംഭവിക്കുന്നത്. കുഷ്ഠം എന്ന് പറയുന്ന രോഗത്താൽ സംഭവിക്കുന്നത് വേർപാടിനെയും വിശുദ്ധിയാണ് ബാധിക്കുന്നത് ശരീരത്തിൻ്റെ. പാപം ചെയ്യുന്നത് ആത്മാവിൻ്റെ വേർപാടിനെയും വിശുദ്ധിയും ബാധിക്കുന്നു. രണ്ടും ഒരേ സ്വഭാവക്കാരാണ്. ഇത് കാലക്രമേണ ശരീരത്തെ മുഴുവൻ ഇല്ലാതെയാക്കുന്നു, സഭയെ മുഴുവൻ നശിപ്പിക്കുന്നു. ബാധിക്കുന്ന ഒന്നിനോടൊന്ന് ബാധിക്കും. ഒരാളുടെ മാറ്റം കാണുമ്പോഴത്തേക്ക് അടുത്ത ശരീര അവയവത്തിലേക്ക് ഇത് ബാധിക്കും. ഇങ്ങനെയുള്ള അവയവത്തോട് കൂടി നടക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഓരോ അവയവത്തിൽ നിന്ന് അടുത്ത അവയവത്തിലേക്ക് ഈ രോഗം ബാധിച്ചുകൊണ്ടേയിരിക്കും. രോഗത്തിൻ്റെ ശമനം ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അവയവങ്ങളെ ഗണ്യമാക്കാതിരിക്കരുത്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നില്ല. ഓരോ അവയവത്തെയും ബിൽഡ് ചെയ്ത് സെൻസേഴ്സ് വർക്ക് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഒരു അവയവത്തിന് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ അവയവത്തെ പഴയ സ്ഥിതിയിലേക്ക് എത്തിക്കുന്നത് വരെയും നമ്മൾ അധ്വാനിച്ചുകൊണ്ടേയിരിക്കണം, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ദൈവം അതിനായി നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ കൊടുക്കുന്നു.